മുബാരക് ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം ഞാനിന്ന് ഒരു 4 ദിവസമൊക്കെ ആയിട്ടോ വീഡിയോ ഇട്ടിട്ട്. ഒന്നുമില്ല, ഓരോ തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത്. ഈദൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ 1 വീക്കൊക്കെ കഴിഞ്ഞു, എന്നിട്ടാണ് കേട്ടോ ഈദിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നത്. ഓരോ തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. ഇതിന് ഒരുപാട് പ്ലാൻ ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ എത്തിപ്പെട്ടത് ഇങ്ങോട്ടേക്കാണ്. ഇതിപ്പോൾ റിയാദിലുള്ള ബോളിവുഡ് വേൾഡാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പെരുന്നാൾക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ബോളിവുഡ് സിറ്റിയിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ ഇതിൻ്റെ വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ബോളിവുഡ് വേൾഡാണ്. അന്ന് ബോളിവുഡ് സിറ്റിയിലോട്ട് ഫ്രീ എൻട്രി ആയിരുന്നു. ഇവിടെ ടിക്കറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ടിക്കറ്റ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് ഉണ്ടെങ്കിലും അത്രയും കാണാനുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ. ഇതിൻ്റെ അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ലോകം തന്നെയാണ്. കാരണം ഒരുപാട് രാജ്യങ്ങളിലോട്ട് നമ്മൾ പോയ ഒരു ഫീല് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറിയാൽ ഒരു വലിയ സിറ്റി തന്നെയാണ് കേട്ടോ. കാരണം ഒരുപാട് രാജ്യങ്ങളുടെ പവലിയൻസ് ഇവിടെയുണ്ട്. ചൈന, ഇന്ത്യ, ഫ്രാൻസ്, ഈജിപ്ത്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ പവലിയൻസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ അകത്തോട്ട് കയറിയാൽ നല്ല അതിമനോഹരമായിട്ടുള്ള നല്ല മാൻമെയ്ഡ് ലേക്കും കൂടി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് നിൽക്കുന്നില്ല, നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സന്തോഷം കൂടിയുണ്ട്. എൻ്റെ 2ാമത്തെ ബ്രദറും കൂടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് റിയാദൊക്കെ ഒന്ന് മൊത്തം ചുറ്റി കാണാമെന്ന് വിചാരിച്ചിട്ട് ഇതിന് വന്നതാണ്. അവന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് കാറ് പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളത് വേൾഡ് ഗേറ്റ് 2ൻ്റെ ഭാഗത്തോട്ടാണ്. അവന് നിൽക്കുന്നത് ഗേറ്റ് നമ്പർ 1 ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെ അങ്ങോട്ടേക്ക് എത്തണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്ന് പോവാണ് കേട്ടോ ഗേറ്റ് നമ്പർ 1 അവനപ്പോഴേക്കും അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊന്ന് നടക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ വലിയൊരു അബദ്ധം പറ്റിപ്പോയി. റൈറ്റ് സൈഡിലൂടെ പോയാൽ ഗേറ്റ് നമ്പർ 1 പെട്ടെന്ന് എത്താമായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയത് ലെഫ്റ്റ് സൈഡിലൂടെയാണ്. അപ്പോൾ ഒരുപാട് നടന്നിട്ടാണ് കേട്ടോ ഗേറ്റ് നമ്പർ 1 എത്തിയത്. അങ്ങനെ ഞങ്ങൾ ഗേറ്റ് നമ്പർ 1 അപ്പോൾ അവിടെ ബ്രദർ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. മക്കൾക്കൊക്കെ മാമനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താ, മാമന് ഒരു കുറച്ച് നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് പോകുന്നതാണല്ലോ. അപ്പോൾ അതിൽ അമ്നൂനൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ബോളിവുഡ് വേൾഡിലോട്ട് ഇങ്ങനെ എൻട്രി ചെയ്തു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ എൻട്രി ചെയ്യുന്ന സമയത്ത് അവർ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഞാൻ അമ്നൂന് കഴിക്കാനായിട്ട് കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവന് ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. കുറച്ച് അധികം ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവരത് അവിടെ വാങ്ങി വെച്ചു. എനിക്ക് സങ്കടമായി പോയിട്ടോ. കാരണം കുറേ സ്നിക്കേഴ്സും അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മൊത്തത്തിൽ അവരവിടെ വാങ്ങി വെച്ചു. കാര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയയും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മുടെ പുറത്തു നിന്ന് വാങ്ങുന്നതിലേറെ ഇരട്ടി ഒടുക്കത്തെ വിലയായിരിക്കും കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. അത്യാവശ്യം നടക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ വരുന്നതായിരിക്കും ഇങ്ങോട്ടേക്ക് നല്ലത്. കാരണം അത്രക്കും നടന്ന് കാണാൻ മാത്രമുണ്ട്. ഞാൻ തന്നെ നടന്ന് ഒരുവിധം എൻ്റെ കാലൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്.
അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറിയ സമയത്ത് കണ്ടത് ഈ ഒരു അക്വേറിയമാണ് കേട്ടോ. അപ്പോൾ അതിലൊരു കുഞ്ഞ് ഷാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്നു ആനയൊക്കെ ടി വി കാണുന്ന സമയത്ത് കൂടുതലായിട്ടും ഇങ്ങനെ വെറൈറ്റി മീൻ ഫിഷിൻ്റെ ഒക്കെ നെയിംസും അതുപോലെ വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ് ഫസ്റ്റ് തന്നെ കണ്ടത്. അതുപോലെ തന്നെ ആനി കുറച്ച് മുൻപ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ജെല്ലി ഫിഷൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ. അപ്പോൾ ഏതായാലും അവൻ്റെ ആഗ്രഹം സാധിച്ചു. ജെല്ലി ഫിഷിനെ നേരിട്ട് തന്നെ അവനെ കണ്ടു കേട്ടോ. ഞങ്ങൾക്ക് എങ്ങോട്ട് പോകുമ്പോഴും പോവാനുള്ള ഇൻട്രസ്റ്റ് കളയുന്നത് അമ്നുവിനെ എടുത്തിട്ടുള്ള ഈ ഒരു നടത്താണ് കേട്ടോ. കാരണം ഇവിടെ വന്നപ്പോഴും അമ്നു ഒട്ടും നടന്നിട്ടില്ല. കുറച്ചൊക്കെ അങ്ങനെ കളിച്ചങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നടന്ന് കാണാനുണ്ട്. അപ്പോൾ കൂടുതലും അമ്നുവിനെ എടുത്ത് നടന്നൊക്കെ തന്നെയാണ്, റെൻകാക്ക് തന്നെയാണ് ഫുള്ള് അവനെ എടുത്ത് നടന്നിട്ടുള്ളത്. ഞാനിപ്പോൾ എല്ലാ സ്ഥലത്തേക്ക് പോകുമ്പോഴും ഞാൻ കുറച്ചെടുത്തിട്ട് പിന്നെ റെൻകാക്ക് കുറച്ചെടുക്കും, അങ്ങനെ മാറി മാറി എടുക്കലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എടുത്തിട്ടേ ഇല്ല കേട്ടോ. റെൻകാക്കയാണ് ഫുള്ള് എടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ റെൻകാക്ക എനിക്കൊരു ഷൂ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. റെൻകാക്ക ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങി തന്നതാണ് കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങോട്ടേക്കാണ് ഇട്ടത്. അപ്പോൾ ഫസ്റ്റ് ഇട്ടതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഇവിടെ ഒരുപാട് നടക്കാനുണ്ടല്ലോ ഏരിയ. അപ്പോൾ അതിട്ട് നടന്ന് എൻ്റെ കാല് ഭയങ്കര വേദനയായിരുന്നു ആ ഒരു ഷൂ ഇട്ടതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്നുവിനെ എടുത്ത് നടക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് റെൻകാക്ക എടുത്ത് നടന്നൊക്കെയാണ്. അപ്പോൾ അവനെ എളുപ്പം ആ ഒരു തോളിൽ പുറത്തങ്ങനെ കയറ്റി വെച്ചാൽ പിന്നെയും അവനെടുത്ത് നടക്കാൻ കുറച്ചൊക്കെ ഒരു സുഖമാണ്. പക്ഷെ അവന് തോളിൽ അങ്ങനെ കയറിയിരിക്കില്ല കേട്ടോ. അവനെടുത്ത് നടക്കുന്നതാണ് അവനിഷ്ടം. നമുക്ക് ഏറ്റവും എളുപ്പം ആ ഒരു പുറത്തങ്ങനെ വെച്ചാൽ കൂടുതൽ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വെക്കുന്നത്. അവൻ ഭയങ്കര മടിയനാണ് നടക്കാനായിട്ട്. ആനയും ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു, തീരെ നടക്കില്ലായിരുന്നു. ഫുള്ള് ഒരു 4 വയസ്സ് വരെ അവന് എടുത്തുകൊണ്ടേ നടക്കുമായിരുന്നു. ഇങ്ങോട്ടേക്ക് പകൽ വരുന്നതിലേറെ ഏറ്റവും നല്ലത് നൈറ്റിൽ വരുന്നതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തോട്ട് കയറിയാൽ ഇവിടെ നല്ല ഭംഗിയാക്കുന്നതിൻ്റെ കാരണം ഒരുപാട് സ്ക്രീനുകളുണ്ട് കേട്ടോ. വലിയ നല്ല ഭംഗിയുള്ള സ്ക്രീനുകൾ ഇതിൻ്റെ അകത്തോട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നൈറ്റിലാണ് ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നൈറ്റിൽ വന്നാലാണ് പകൽ വന്നതിലേറെ നല്ല ഭംഗി ഉണ്ടാകുക എന്ന് പറയാൻ കാരണം കേട്ടോ. ഞങ്ങളിവിടെ വന്ന് നടന്നങ്ങനെ ഓരോ വീഡിയോസും ഒക്കെ കണ്ടങ്ങനെ നടന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും സത്യത്തിൽ ഫോട്ടോ എടുക്കാനൊക്കെ മറന്നു പോയതാണ്. എല്ലാ കാഴ്ചകളും കണ്ടങ്ങനെ നടന്നങ്ങനെ പോയി എന്നല്ലാതെ എവിടെയും നിന്നങ്ങനെ ഫോട്ടോസൊന്നും ശരിക്കും എടുത്തിട്ടില്ലായിരുന്നു. 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളൂ. ഞാൻ എപ്പോൾ റെൻകാക്കാനെയും കൂട്ടി വീഡിയോ എടുത്താലും ഫസ്റ്റൊക്കെ നല്ല രീതിയിൽ അങ്ങനെ നിന്ന് തരും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കോപ്രായങ്ങൾ കാട്ടിയിട്ട് ആ വീഡിയോ ഇടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോപ്രായങ്ങളാണ് കേട്ടോ. പക്ഷെ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ വീഡിയോ ഇട്ടത് കേട്ടോ. ഈ ഒരു ഗ്രാസ് ഉണ്ടല്ലോ, ഇത് കണ്ടാൽ വിചാരിക്കും ഒറിജിനൽ ആണെന്നുള്ളത്. പക്ഷേ ഇത് ഒറിജിനൽ അല്ല കേട്ടോ, പ്ലാസ്റ്റിക് ആണ്, റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ മക്കളൊക്കെ ഫുള്ള് അതിലൂടെ അങ്ങനെ ഓടി കളിക്കുകയാണ്. ചിലരൊക്കെ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചീത്തയും കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങോട്ടേക്ക് കയറിയ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പാരീസിലുള്ള ഈ ഒരു ഐഫൽ ടവറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഒരു ഫോട്ടോ എടുക്കണം എന്നത്. സത്യത്തിൽ അതിൻ്റെ ഭംഗിയിലും ആ ഒരു വീഡിയോ എടുക്കുന്നതിൽ തിരക്കിൽ ആ ഒരു ഫോട്ടോ എടുക്കാൻ മറന്നു പോയിട്ടോ. അത് സത്യത്തിൽ എനിക്ക് നല്ല സങ്കടമായി. അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ വീഡിയോ എടുത്ത് നടന്നങ്ങനെ പോയി, അതങ്ങനെ മറന്നു പോയി. ഇതിൻ്റെ അകത്തോട്ട് കയറാനുള്ള എൻട്രി
ടിക്കറ്റ് ചാർജ് വേറെയും, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ. ആ റൈഡുകളിലൊക്കെ കയറാൻ പിന്നെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് കേട്ടോ. എല്ലാ ടിക്കറ്റിനും എല്ലാ റൈഡിലും കയറണം എന്നുണ്ടെങ്കിൽ ഭയങ്കര റേറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏതിലും കയറിയിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ റെൻകാക്കി ചെറിയൊരു റീൽസ് എടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. കാരണം ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ എടുത്താൽ ഇതിൻ്റെ എല്ലാ ഭാഗവും ഇങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് കിട്ടുമെന്ന് നോക്കി ട്രൈ ചെയ്ത് നോക്കിയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നപ്പോൾ വലിയൊരു കിങ് കോങ് ഉണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് അമ്നൂർ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എല്ലാ വീഡിയോസിലുള്ള ഒരു പരാതിയാണ് റെൻകാക്കാനത്. എല്ലാ വീഡിയോസിലും ഫ്രണ്ട് ഭാഗമല്ല റെൻകാക്കാൻ്റെ ബാക്കാണ്, അല്ലെങ്കിൽ ബാക്കിൽ നിന്നാണ് നീ വീഡിയോ എടുക്കുന്നതെന്നുള്ള ഒരു പരാതിയാണ്. ഞാനെന്ത് ചെയ്യുന്നത്, എന്നെ വെയിറ്റ് ചെയ്യാതെ ഫ്രണ്ടിൽ അങ്ങനെ നടന്നു പോകും. ഞാനങ്ങനെ വീഡിയോ എടുത്ത് ലേറ്റ് ആകുമ്പോൾ ഞാൻ ബാക്കിലായി പോവും. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീഡിയോസിലും ബാക്ക് ഭാഗം തന്നെയാണ്, ബാക്ക് തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് US കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും അമേരിക്കയിലെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുന്നത് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബോട്ടിലായിട്ട് ഒരുക്കിയേക്കാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ നല്ല ഭംഗി തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ US അപ്പോൾ അവിടെ ഒരു പോലീസ് കാറൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അമ്നൂനെ ആനീനെയൊക്കെ ഒരു ഫോട്ടോ എടുത്ത് വീണ്ടും ഞങ്ങളിങ്ങനെ നടക്കാൻ തുടങ്ങി. എൻ്റെ ബ്രദർ അമ്നൂനെയും വീഡിയോ എടുത്ത് അവൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓനെ വീഡിയോ എടുക്കണം എന്നുള്ളത് കുറച്ച് പാട് തന്നെയാണ്, നിന്നേ തരൂല കേട്ടോ. അതിൻ്റെ പിന്നാലെ നടന്ന് എപ്പോഴെങ്കിലും അറിയാതെ വീഡിയോ എടുത്താൽ കിട്ടിയാൽ അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും എടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരുപാടുണ്ട്. അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടില്ല, കാരണം ഞങ്ങളൊന്നും വാങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും എടുത്തിട്ടില്ല.
ഇപ്പം നിൽക്കുന്നത് എവിടെയെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു താജ്മഹൽ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തായാലും നമ്മുടെ ഇന്ത്യയിലാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത്. ഈ ഒരു ഗ്ലോബ് ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ കാണാൻ. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 10 മിനിറ്റൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ റൂമിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങി നോക്കിയാൽ ഈ ഒരു ഗ്ലോബ് കാണാൻ പറ്റും. കാരണം അത്രക്കും വലിയ ഗ്ലോബാണ് കേട്ടോ. നല്ല ഭംഗിയാണിത് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ടങ്ങനെ നിന്നപ്പോൾ തൊട്ടടുത്ത് ഒരു സ്റ്റേജ് ഷോ നടക്കുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഒരു ഡാൻസ് പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം പോയിരുന്നു. കാരണം ഒന്നാമത് നടന്നങ്ങനെ കുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് ആ ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഒന്ന് കണ്ടിരുന്നു. നല്ല അടിപൊളി ഡാൻസ് പ്രോഗ്രാം തന്നെയായിരുന്നു. പിന്നെ ഈദിൻ്റെ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം അതങ്ങനെ കണ്ടിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ ഡാൻസ് പ്രോഗ്രാം കണ്ടിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പാട്ടും അങ്ങനത്തെ പ്രോഗ്രാമൊന്നും ഒരുപാട് നേരമൊന്നും കണ്ടിരിക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഡാൻസ് ആയതുകൊണ്ട് കുറച്ച് നേരം ഫുള്ള് ഞാൻ അവിടെ അങ്ങനെ കണ്ടിരുന്നു. ഞാനിങ്ങനെ വീഡിയോ സ്പീഡാക്കിയിട്ടിട്ടുള്ളത് ഒരുപാട് ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സോങ് ഇടാത്തത് കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ടാണ് സോങ് ഇടാത്തത്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഡാൻസ് പ്രോഗ്രാമൊക്കെ കണ്ട് മക്കൾക്കൊക്കെ ഒന്ന് വിശക്കൽ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മക്കൾക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈയും ജ്യൂസൊക്കെ ഒന്ന് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. ഞാനും റിൻകാക്ക് ഇതിങ്ങനെ കണ്ട് വന്നപ്പോഴേക്കും ബ്രദർ അവനുള്ള ജ്യൂസും ഫ്രഞ്ച് ഫ്രൈ ഒക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ നടന്ന് ഇന്ത്യയിൽ നിന്ന് എക്സിറ്റ് അടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ കയറാൻ പോകുന്നത് ഈജിപ്തിലോട്ടാണെന്ന് തോന്നുന്നു. ആ ഒരു പിരമിഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈജിപ്താണ് എന്നുള്ളത്. എന്ത് ഭംഗിയാണോ ഇവിടെയൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈജിപ്തിൽ പോയ ആ ഒരു പിരമിഡൊക്കെ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാട്ടോ. ഇവിടെ വന്നാൽ നമ്മുടെ ഓരോ രാജ്യങ്ങളിലോട്ടും കയറിയാൽ അവിടെ പോയ ഫീൽ തന്നെ കിട്ടും. അത്രക്കും ഭംഗിയിൽ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ നടന്ന് വന്നപ്പോൾ ഇവിടെ എന്തോ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ സോങ് ആയിരുന്നു, ഏതോ ഒരു ഭാഷ, എന്താ ഭാഷ ഒന്നും അറിയില്ല. ആ സോങ് അങ്ങനെ കേട്ട് അവിടെ അങ്ങനെ ലയിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞ് വീഡിയോ ഒരുപാട് ലോങ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഒരുപാട് ലോങ് ആയി പോവും, നിങ്ങൾക്ക് മടുപ്പ് വരും. അതുകൊണ്ട് ഞാൻ നമ്മുടെ ചൈനയൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ചൈനയൊക്കെ കണ്ട നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അവിടേക്ക് പോയ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസം നമ്മുടെ ചൈനയൊക്കെ ഒന്ന് എല്ലാവരും കാണാൻ വരണേ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.